ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതീക്ഷയ്ക്ക് തൻ്റെ അച്ഛൻ്റെ പേരെഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തനിക്ക് അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ വല്ലാതെ അങ്ങ് പ്രതീക്ഷയെ നാണം കെടുത്തണം കേട്ടോ. പിന്നീട് അവർ കയ്യാങ്കളി ആയിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് കൂടുകയാണ് കേട്ടോ. എന്നാൽ മഞ്ജു ആണെങ്കിലോ ഫോണിലാണ്. മഞ്ജു ഫോണിൽ നിന്നും വരുമ്പോൾ കാണുന്ന കാഴ്ച പ്രതീക്ഷയെ അങ്ങോട്ടും തിന്നു, പ്രതീക്ഷ ആ പയ്യനെ ഇങ്ങോട്ടും തിന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മഞ്ജു വന്നിട്ട്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും? അപ്പോഴേക്കും പ്രിൻസിപ്പാളും മറ്റുള്ളവരൊക്കെ എത്തിയിട്ടോ. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയം അവൻ പറയാണ്, ഇവൾക്ക് ഇവളുടെ അച്ഛനെ പേര് എഴുതാൻ അറിയില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മഞ്ജു ആകെ പതറിപ്പോടും. അപ്പോൾ ഉടൻ പ്രതീക്ഷ പറയണം, ആര് പറഞ്ഞു എനിക്ക് പേര് എഴുതാൻ അറിയില്ലെന്ന്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുന്നത് ഇഷ്ടമല്ല എന്ന് പറയട്ടോ. ഇത് കേട്ട മഞ്ജുവിന് പിന്നീട് ആകെ വിഷമമാവുകയാണ്. അപ്പോൾ മഞ്ജു പറയണം, പ്രതീക്ഷയെ നീ എന്തായി കാണിക്കുന്നത്, മര്യാദക്ക് ആ ഫോം ഫില്ല് ചെയ്യ്. ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് ഇവളുടെ അച്ഛനെ പേര് എഴുതാൻ പറ്റില്ലെന്ന്, അവൾ അതിന് എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പ്രിൻസിപ്പാൾ പറയണേ, നീ ഇപ്പം എന്തിനാ അവളുടെ ഇക്കാര്യത്തിൽ ഇടപെടാൻ വന്നിരിക്കുന്നത്, ഇവന് എല്ലെങ്കിലും കുറച്ച് വികൃതി കൂടുതലാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞു പോയതിന് ശേഷം മഞ്ജു പ്രതീക്ഷയോട് അങ്ങ് ദേഷ്യപ്പെടണം. നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, നിൻ്റെ അച്ഛൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തു, അയാളുടെ പേര് തന്നെ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല, അതെന്താ എന്നാണ് ഞാൻ ചോദിച്ചത്, അതെന്താണ് നിൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത തെറ്റ്, അത് അമ്മ എന്നോട് പറയണ്ട, അയാളുടെ പേര് തന്നെ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അയാളുടെ പേര് ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞ് എഴുതാൻ കൂട്ടാക്കില്ല. ബാക്കിയുള്ള ഫോമിലെ ബാക്കിയെല്ലാം അവിടെ ഫില്ല് ചെയ്യാണ്. പിന്നീട് മഞ്ജു അതെടുത്ത് ഗിരി എന്ന് എഴുതുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഈ പ്രശ്നം വലിയ രൂക്ഷമാവാണ്. അപ്പോൾ ഉടനെ പ്രിൻസിപ്പാൾ വന്നിട്ട് പറയാണ്, മാഡത്തിൻ്റെ മോൾക്ക് അച്ഛനുമായി എന്ത് വിരോധമാണെന്ന് അറിയില്ല, മാഡവും മാഡത്തിൻ്റെ ഭർത്താവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് ഒതുക്കി തീർക്കുകയാണ് നല്ലത്, കുഞ്ഞുങ്ങൾക്കിടയിൽ അച്ഛനോടുള്ള വെറുപ്പ് വരും, അത് വളർച്ചയിൽ വളരും തോറും അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രിൻസിപ്പാൾ അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജുവിന് വലിയ സങ്കടമാവാണ്, തനിക്കത് ഉൾക്കൊള്ളാനും പോലും കഴിയാത്തത്ര ഒരു വിഷമമാവണം കേട്ടോ. അങ്ങനെ മഞ്ജു വീട്ടിൽ വന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മഹിമ, എന്താ ചേച്ചി ഇന്ന് സ്കൂളിൽ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് നാളെ മുതൽ പ്രതീക്ഷ സ്കൂളിലോട്ട് പറഞ്ഞു വിടല്ലേ? അത് കേൾക്കുന്ന മഞ്ജു ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. എന്താ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ ആ ഒരു വാക്ക് പറയുമ്പോൾ, ഒന്നുമില്ല നീ മിണ്ടാതിരുന്ന്, ചേച്ചി എന്തിനാ എന്നോട് മറച്ചു വെക്കുന്നത്, അതല്ലടി എൻ്റെ മോളുടെ കാര്യം ആലോചിച്ച, അമ്മൂന് എന്ത് പറ്റി, അമ്മു എന്താ കാണിച്ചേ, അമ്മൂന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൾക്കൊന്നും പറ്റിയില്ല, പറ്റിയത് അവൾ എനിക്കാണ് ഇട്ട് പണിയുന്നത്, ഇന്ന് സ്കൂളിൽ പോയി ഫോം ഫില്ല് ചെയ്യാൻ കുഞ്ഞുങ്ങളോട് തന്നെ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ്റെ പേര് എഴുതാൻ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ്റെ പേര് എഴുതിയില്ല, അതിനെ ചൊല്ലി അവിടെ ഒരു ചെറുക്കനുമായി വഴക്കിട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന മഹിമ പറയുന്നത്, ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ചേച്ചി അത് പറയുന്നതിൽ ഏതർത്ഥത്തിലാണ് എടുക്കുക എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു കാര്യം പറയാം, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അത് കുഞ്ഞുങ്ങളെ തന്നെയാണ് ബാധിക്കുക, അത് സ്കൂളിലെത്തുമ്പോൾ അവരെ അതിനെ ചൊല്ലി മറ്റുള്ളവർ കളിയാക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഒരു വിഷമമായി മാറിയിട്ട് മഞ്ജുവിന്. അപ്പോൾ മഞ്ജുവിനെ ചിന്തിക്കുകയാണ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞപ്പോൾ നീ എന്താ പറയുന്നത്, ഞാൻ ഗിരിയേട്ടൻ കാണിച്ച തെറ്റുകളെല്ലാം മറന്ന് ഗിരിയേട്ടനെ സ്വീകരിക്കണമെന്നോ, അതല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള വഴക്ക് അത് കുഞ്ഞിനെയാണ് ബാധിക്കുക, സ്കൂളിലൊക്കെ പയ്യന്മാർ അങ്ങനെയാണ്, ഇന്നത്തെ കാലം അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം ഇത് മുകുന്ദൻ കേൾക്കാണ്. അപ്പം മഞ്ജു അവിടെ നിന്നും സങ്കടപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പം മുകുന്ദൻ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പ്രതീക്ഷ മോൾ സ്കൂളിൽ പോയപ്പോൾ ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തു എന്നോ, അതിൽ അച്ഛൻ്റെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ അവൾ എഴുതിയില്ല, അവളുടെ അച്ഛൻ്റെ പേരെഴുതുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇതിനെ ചൊല്ലി അവിടെ വേറൊരു ചെറുക്കനുമായി വഴക്കിട്ടുന്നോ അങ്ങനെയൊക്കെ ചേച്ചി പറഞ്ഞതെന്ന് പറയട്ടോ. ഇതിൻ്റെ പേര് ചേച്ചിക്ക് വലിയ വിഷമമാണ് എന്ന് പറഞ്ഞ ഉടനെ അതിലെന്താ സംശയം, നിൻ്റെ ചേച്ചി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തോ വലിയ ഒരു ദേഷ്യം ഗിരിയോട് കയറിക്കൂട്ടിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ മഹിമ പറയണേ, അതെങ്ങനെ കയറിക്കൂടാതിരിക്കും, അത്രയും വലിയ തെറ്റല്ലേ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ചെറുപ്പകാലത്ത് എല്ലാവർക്കും പെൺമക്കൾക്ക് പ്രത്യേകിച്ചും അച്ഛനാണ് സ്റ്റാർ എന്ന
എന്നാൽ ഇവിടെ ഗിരിയേട്ടൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇന്നലെ പ്രതീക്ഷ മോളെ കണ്ടിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മഹിമ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, നീ പ്രതീക്ഷ മോളുടെ ചെറുപ്പകാലം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ എവിടെയെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ ഗിരിയെ മാത്രം പഴി പറയുന്നത്? ഗിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രതീക്ഷയുടെ ചെറുപ്പകാലം അവളിലോട്ട് ഗിരി എത്താതിരിക്കാനുള്ള കാരണം എന്താ? അതും മറന്ന് സംസാരിക്കരുത്. ഗിരി തെറ്റുകാരൻ തന്നെ. ഓ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ചങ്ങാതിക്ക് വേണ്ടി കൂട്ടുപിടിക്കുകയാണോ? ഞാൻ ആർക്കും വേണ്ടി കൂട്ടുപിടിക്കുകയല്ല. ഞാനൊരു ജഡ്ജാണ്. ജഡ്ജ് അതിൻ്റെ 2 വശവും പറയും, അത്രേ പറഞ്ഞുള്ളൂ. അതിൽ നീ വേറൊരു അർത്ഥം കാണണ്ട എന്നും പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഗിരിയെ ചെന്ന് കാണണം. അപ്പോൾ ഗിരിയോട് കാര്യങ്ങൾ പറയണം. എടാ, കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോവാണ്. നിൻ്റെ മകളുടെ ഇടയിൽ നിന്നോടുള്ള വെറുപ്പ് കൂടി വരികയാണ് അവൾക്ക്. എന്തായാലും അവളുടെ അച്ഛനെ അത്രത്തോളം വെറുത്തിരിക്കുന്നു. പ്രതീക്ഷ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ അച്ഛൻ്റെ പേര് എഴുതിയില്ല എന്നൊക്കെ പറയണം കേട്ടോ. അത് കേൾക്കുന്ന ഗിരിക്ക് ഭയങ്കര വിഷമമാവണം. തൻ്റെ മകളുടെ ഇടയിലോട്ട് താൻ ഇനി എങ്ങനെ ഒരു അച്ഛനായി ചെല്ലും? തനിക്കൊരു ഫ്രണ്ടായി ചെല്ലാനല്ലേ പറ്റുന്നുള്ളൂ, അതും ജി കെ ആയിട്ടല്ലേ ചെല്ലാൻ പറ്റുന്നുള്ളൂ. എന്നാൽ സങ്കടത്തോടു കൂടി ഗിരി മുണ്ടാതെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഉടൻ തന്നെ അവിടെ ചോദിക്കേണ്ട, എടാ നിൽക്കടാ എന്ന് പറഞ്ഞ് മുകുന്ദൻ വിളിക്കുമെങ്കിലും കൂടി ആ വിളിക്കുത്തരം നൽകാതെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് ഗിരി ചെന്നിട്ട് തൻ്റെ അമ്മയോട് പറയാണ്, അമ്മേ, എന്നെ ഓരോ ദിവസവും എൻ്റെ മകൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത്? ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെ. ആ പാപത്തിനുള്ള ശിക്ഷ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൾ എൻ്റെ പേര് പോലും എഴുതാൻ വെറുക്കുന്നു. അവൾ എന്നെ എന്തുമാത്രം വെറുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രീതി പറയാ, ഒരു 8 പൊട്ടും തിരിയാത്ത ഒരു 6 വയസ്സായ ഒരു കുഞ്ഞ് ഇന്നിപ്പോൾ വെറുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത് വെറുക്കാനുള്ള കാരണക്കാരി മഞ്ജു തന്നെ. അതിൻ്റെ അമ്മ അങ്ങനെ തെറ്റായ മെസ്സേജ് അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞെ വെറുക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഈ ചെറിയ പ്രായത്തിൽ പ്രതീക്ഷയ്ക്ക് എന്ത് തെറ്റാണ് ഗിരിയേട്ടൻ ചെയ്തത്? ഇത്രയും കാലം 5 വർഷം അവൾ എവിടെയോ പോയി താമസിച്ചു, അവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് അത് അവളുടെ തെറ്റല്ലേ? അവളല്ലേ കുഞ്ഞിനെ ഗിരിയേട്ടനിൽ നിന്ന് അകത്തി കൊണ്ടുപോയത്? അപ്പോൾ ഗിരിയേട്ടൻ എന്ത് തെറ്റാ ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇതിനൊക്കെ കാരണക്കാരി മഞ്ജുവാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരിക്കലും അവർക്കിടയിൽ കുത്തിവെക്കുന്ന വിഷം മക്കൾക്ക് കൊടുക്കുന്നത് അതൊരു തെറ്റ് തന്നെയാണ് മഞ്ജു ചെയ്തിരിക്കുന്നത്. മഞ്ജു അല്ലെങ്കിലും മഞ്ജുവിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മഞ്ജുവിനെ കൂടുതൽ കുറ്റപ്പെടുത്തുമ്പോൾ ഗിരി അങ്ങ് ദേഷ്യത്തോടു കൂടി, മിണ്ടാതിരിക്കടി, കുറേ ദിവസമായി നീ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നു. മഞ്ജുവിനെ കുറ്റം പറയാൻ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? ഒരു അവകാശവുമില്ല. മഞ്ജുവിനെ പോലെ ഒരു നല്ലൊരു പെണ്ണ് എവിടെയും ഉണ്ടാവില്ല. നീ ചെയ്ത, അതായത് അന്ന് രാത്രി ഞാൻ ചെയ്ത തെറ്റിന് നീ എന്നെ അന്ന് വിലക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ വിധി ഉണ്ടായിരുന്നില്ല. അപ്പം നീയാണ് എൻ്റെ കുടുംബം തകർത്തത്. അതുകൊണ്ട് നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. മിണ്ടാതെ അവിടെ നിന്നോ എന്ന് പറയാൻ കേട്ടോ. എൻ്റെ മഞ്ജുവിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത നിനക്കില്ല. മഞ്ജുവിൻ്റെ ജീവിതം തട്ടിയെടുക്കാൻ നോക്കിയവളാണ് നീ. അതുകൊണ്ട് ആ വഴി മഞ്ജു മാറിത്തന്ന് ഇവിടെ നിന്നും പോയപ്പോൾ നിനക്ക് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതൊരിക്കലും കിട്ടില്ല. എൻ്റെ കുഞ്ഞിനെയോ എൻ്റെ മകളെയോ കുറ്റം പറയരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ഭാനുവതിയും അങ്ങനെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഭാനുവതിയമ്മയോട് പ്രീതി പറയുമോ, ഓ, ഇങ്ങേർക്ക് നല്ലത് പറഞ്ഞു കൊടുത്താലേ ഇങ്ങേർക്ക് കുറ്റം. ഞാൻ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ ഇങ്ങേർക്ക് പറ്റാത്തത് ഇതിനെന്താ തെറ്റ്? നിങ്ങളുടെ മകനെയൊക്കെ വരുതിക്ക് വരുത്താൻ എനിക്കറിയാമെന്ന് പറയുന്നു കേട്ടോ. ഒരു പ്രതീക്ഷ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കാരണം ഇയാൾ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇനി ആ കുഞ്ഞ് അധികം മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഭാനുവതിയമ്മയുടെ വിരൽ വീണ്ടും ഇളക്കുന്നു. പക്ഷെ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പ്രീതിയെ ഇങ്ങനെ നോക്കണം. എന്നാൽ ഈ സമയം കുഞ്ഞു സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കി പിന്നീട് സ്കൂള് ഇങ്ങനെ ഇൻ്റർവെല്ലായിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇവൾക്ക് ഇവളുടെ അച്ഛൻ്റെ പേരെഴുതാനോ കൂടി അറിയില്ല, അച്ഛൻ്റെ പേര് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചെറുക്കൻ വീണ്ടും കളിയാക്കുമ്പോൾ വീണ്ടും എന്നെ വാൽ തോന്നിയത് വിളിച്ചു പറയാം, എൻ്റെ അച്ഛനെക്കുറിച്ച് ഇവിടെ പറയുക, എന്നോട് മിണ്ടുകയോ ചെയ്ത് എൻ്റെ സ്വഭാവം ശരിക്കും കാണും. അയാളെക്കുറിച്ച് പറയരുത്. സ്വന്തം അച്ഛനെ അയാളെന്ന് വിളിക്കുന്ന ഒരു കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ആ ചെറുക്കൻ വീണ്ടും പറയുമ്പോൾ പ്രതീക്ഷയ്ക്ക് ദേഷ്യം പിടിച്ച് പ്രതീക്ഷ ആ ചെറുക്കനെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് ഉന്താൻ നോക്കുമ്പോഴേക്കും അവൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഉന്താണ് കേട്ടോ.